പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റാണ്. ഒട്ടുമിക്ക ആൾക്കാരും പരീക്ഷിച്ചിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണിത്. നമ്മുടെ സേമിയ കണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന, എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റാണ്. ഗസ്റ്റൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനു മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ കുഞ്ഞു ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിന് ഒരു ചീനച്ചട്ടി എടുത്ത് ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്ക് കിസ്മിസും കാഷ്നട്ട്സും ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതൊന്ന് ചൂടായതിനു ശേഷം നമുക്കതൊന്ന് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് കോരി ഒരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ ഈ നെയ്യിൽ തന്നെയാണ് നമ്മുടെ സേമിയ വറുത്തെടുക്കുന്നത്. വറുത്തെടുത്ത സേമിയാണ് നിങ്ങൾ വാങ്ങിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് വറുക്കേണ്ട കാര്യമില്ല. ഇതിപ്പോൾ ഞാൻ അല്ലാത്ത സേമിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് വറുത്തെടുക്കാം. ഒരുപാട് അങ്ങ് മൂത്തു പോകാൻ പാടില്ല, എങ്കിൽ കളർ ചേഞ്ച് വരും. അപ്പോൾ നമുക്ക് ഇതൊന്ന് ചെറിയൊരു കളർ ചേഞ്ച് ആകുമ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ ഒരു കളറൊക്കെ മതിയാവും. ഇതിപ്പോൾ ഒന്ന് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി വേറെ പാത്രത്തിലോട്ട് ഇതൊന്ന് മാറ്റാം. റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം പാത്രത്തിലേക്ക്. ഇനി നമുക്ക് ഇതിലേക്ക് 1.25 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് 1.25 കപ്പ് ഫുൾ ഫാറ്റ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് പൊടിച്ച ഏലക്ക ചേർത്ത് കൊടുക്കാം. നല്ലൊരു മണമാണ് ഈ ഏലക്ക ചേർക്കുമ്പോൾ വരുന്നത്. ഇതൊന്ന് പാലൊന്ന് തിളക്കട്ടെ. തിളച്ചതിന് ശേഷം നമുക്ക് സേമിയ ഇട്ട് കൊടുക്കാം. നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സേമിയ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ വറുത്ത സേമിയാണ് വാങ്ങിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് അല്ലാതെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പം നമുക്കിത് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. വെന്ത് വന്നതിന് ശേഷം മാത്രമേ നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര നേരത്തെ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സേമിയ പെട്ടെന്ന് വെന്ത് കിട്ടില്ല. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. സേമിയ വേവാനായിട്ട് ഒരുപാട് നേരമൊന്നും വേണ്ട. ഇത് പെട്ടെന്നൊന്ന് തിളച്ച് കഴിഞ്ഞാൽ മാത്രം മതി. ഇത് നന്നായിട്ടൊന്ന് വെന്ത് വരും. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു കളർ ചേഞ്ചിന് വേണ്ടിയിട്ടാണ്. നല്ല വെളുത്തിരിക്കുമ്പോൾ അതൊരു കാണുമ്പോൾ ഒരു ഭംഗിയില്ല. അപ്പോൾ നമുക്ക് കുറച്ച് ഒന്നുകിൽ ഫുഡ് കളർ, യെല്ലോ ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ യെല്ലോ ഫുഡ് കളറാണ് ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതില്ലാന്നുണ്ടെങ്കിൽ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ കളർ ഒന്ന് ചേഞ്ച് ആവുകയും ചെയ്യും, നല്ലൊരു ഭംഗി കിട്ടുകയും ചെയ്യും. അപ്പോൾ ഞാനിത് തിളച്ച് വന്നൊന്ന് വറ്റുന്നതിന് മുന്നേ ഞാനിത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, എല്ലാം ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട്. ഇതെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നമ്മൾ 1 കപ്പ് പഞ്ചസാര ചേർക്കുന്നത് ഇത് നന്നായിട്ട് ലൂസായിട്ടല്ല നമ്മൾ വെക്കുന്നത്, നല്ല ടൈറ്റായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് 1 കപ്പ് പഞ്ചസാര മതിയാവും. ഞാൻ 1 കപ്പ് പഞ്ചസാരയെ ചേർക്കുന്നുള്ളൂ. ഇതൊന്ന് ഉരുകി വരുമ്പോഴത്തേക്ക് ഇത് കുറച്ചുകൂടെ ലൂസാകും. അപ്പോൾ നമുക്ക് കുറച്ച് നേരം കൂടെ ഇത് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം. ഇതൊന്ന് വറ്റി വന്നതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് 1.5 ടേബിൾ സ്പൂൺ നെയ്യാണ്. അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. നെയ്യ് ചേർക്കുമ്പോൾ നല്ലൊരു മണം കിട്ടും. അപ്പം നമുക്ക് 1.25 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ സേമിയ റെഡി ആയിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് വറ്റി വന്നതിന് ശേഷം നമുക്ക് പെട്ടെന്ന് ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം. നമുക്ക് പാത്രത്തിലോട്ട് മാറ്റാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു ചെറിയൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നെയ്യ് ഞാനൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സേമിയ നമ്മൾ കട്ട് ചെയ്ത് സെറ്റായി കഴിയുമ്പോഴത്തേക്കും കട്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് ഇളകി വരാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിത് ചൂടോടുകൂടി തന്നെ നമുക്ക് പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. ഇത് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ഒന്ന് ചൂടാറി കഴിയുമ്പോഴത്തേക്കും ഇത് പെട്ടെന്നൊന്ന് സെറ്റായി കിട്ടും. ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇനി നമുക്കിതൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. ഇതേ കണ്ടോ, നല്ല പോലെ ഇതിപ്പോൾ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. വെച്ചപ്പോൾ തന്നെ ഇതൊന്ന് സെറ്റായിട്ട് വന്നിട്ടുണ്ട്.
വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. കൂട്ടത്തിൽ വരുന്ന കുഞ്ഞു ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ഇപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. ഓഹ്, കണ്ടാൽ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പം ഞാനിതൊന്ന് ഗാർണിഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഞാൻ പഞ്ചസാരയിൽ കുറച്ച് ഗ്രീൻ ഫുഡ് കളർ ചേർത്ത് ഞാൻ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. കുറച്ച് കാഷ്യൂ നട്ട്സൊക്കെ വെച്ചിട്ട് കണ്ടോ, നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന സ്വീറ്റാണ്. അപ്പം നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.